ഇന്നത്തെ ലോകത്ത് നിങ്ങളുടെ പേരിനേക്കാൾ ആളുകൾ നിങ്ങളെ ഓർക്കുന്നത് നിങ്ങളുടെ പ്രതിച്ഛായയാണ്. അതായത് പേഴ്സണൽ ബ്രാൻഡ്. വർത്തമാനകാലത്ത് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട ഒന്ന്, നമുക്കൊരുപാട് കഴിവുകൾ ഉണ്ട് എന്നതിനപ്പുറം അത് ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കഥ പറയാം. രണ്ട് മരപ്പണിക്കാരുണ്ടായിരുന്നു. ഏറ്റവും മനോഹരമായി ഒരുപോലെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന, ആത്മാർത്ഥതയോടെ ഏറ്റവും മനോഹരമായ രീതിയിൽ ജോലി ചെയ്യുന്ന രണ്ട് മരപ്പണിക്കാർ. അദ്ദേഹം ശാന്തമായി ഒരു ഭാഗത്തിരുന്ന് അദ്ദേഹത്തിന്റെ പണികൾ ഏറ്റവും ആത്മാർത്ഥതയോടെ ചെയ്തു. രണ്ടാമത്തെ വ്യക്തി ഈ അതേ ആത്മാർത്ഥതയോടുകൂടി മനോഹരമായി ചെയ്തു. ഒപ്പം അദ്ദേഹത്തിന്റെ പണിയുടെ വീഡിയോകളും മറ്റും സോഷ്യൽ മീഡിയയിലും മറ്റും അത് ബ്രാൻഡ് ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കൂടുതൽ അവസരങ്ങൾ കിട്ടിയത് ഈ രണ്ടാമത്തെ മരപ്പണിക്കാരനായിരുന്നു. അതായത് ഈ കാലത്ത് പേഴ്സണൽ ബ്രാൻഡിങ്, നമ്മുടെ കഴിവുകൾക്കപ്പുറം പേഴ്സണൽ ബ്രാൻഡിങ് ഒരു വലിയ ഘടകമാണ്. നമ്മുടെ ജോലിക്കും നമ്മുടെ സമ്പാദ്യത്തിനും നമ്മുടെ സ്റ്റാറ്റസിനുമെല്ലാം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പേഴ്സണൽ ബ്രാൻഡിങ്. നമ്മൾ മഹാത്മാഗാന്ധിയുടെ ജീവിതം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡിങ്ങിൻ്റെ ഉടമ, പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഉടമ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയായ അഹിംസ എന്ന കാര്യം ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മനോഹരമായിട്ട് ബ്രാൻഡ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വസ്ത്രരീതിയിലൂടെയായിരുന്നു. സാധാരണ ഇന്ത്യൻ ജനത ഉടുക്കുന്ന വസ്ത്രത്തിനപ്പുറം കേവലം ഒരു തുണി, മേൽമുണ്ടും ഒരു ചെറിയൊരു ഉടുമുണ്ടും എടുത്ത് അദ്ദേഹം ഡ്രസ് കോഡിലൂടെയും അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്തു. ഇതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആ മഹത്തായ ചിന്താഗതി, തത്വചിന്ത, അഹിംസ എന്ന ചിന്ത ജനങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ സ്വന്തമായി ബ്രാൻഡ് ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽമാൻ എന്നും അങ്ങനെ പല പേരിൽ, മിസൈൽമാൻ ഓഫ് ഇന്ത്യ എന്ന പേരിലൊക്കെ അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പേഴ്സണൽ ബ്രാൻഡിങ്, ഗാന്ധിജിയുടെയും APJ അബ്ദുൽ കലാമിൻ്റെയും ഒക്കെ ആ പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ അവരുടെ കഴിവുകളും അവരുടെ ചിന്തകളും ജനങ്ങളിലേക്കും ആളുകളിലേക്കും എത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഗുണവിശേഷമാണ്. നമ്മളില്ലാത്തിടത്ത് നമ്മളുടെ പേരുകൾ സംസാരിക്കണമെങ്കിൽ, നമ്മളുടെ അറിവുകൾ സംസാരിക്കണമെങ്കിൽ നമ്മളെ ബ്രാൻഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം നമ്മളെ ബ്രാൻഡ് ചെയ്യാൻ. നിങ്ങളും ഉണ്ടാവില്ലേ നമ്മളെ സ്വന്തം ബ്രാൻഡ്, പേഴ്സണൽ ബ്രാൻഡിങ്ങിന്